ഹലോ ഗൈസ്, SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇണക്കാൻ പോകുന്നത് വാഴയിലയിൽ ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടയാണ്. അത് ഇണക്കുന്നത് നമ്മുടെ അമ്മച്ചിയാണ്. ഇതേ സാധനം ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ്, ഇതേ അമ്മയാണ് ഇണക്കാൻ പോകുന്നത്. ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് വീണ്ടും അടുക്കളയിലോട്ട് പോവാം. ഞങ്ങൾ ഇന്ന് ഒരു 4 മണി പലഹാരം ഇണക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് കൊണ്ടാണ്. അതൊരു 4 കപ്പ് ഗോതമ്പ് പൊടി ഇണക്കിയാണ് വാഴയിലിടത്തെ അട ചുരുട്ടി വെച്ചാണ് ഇത് ഇണക്കുന്നത്. 4 കപ്പ് ഗോതമ്പ് മാവിലാണ് ഈ അട ഇണക്കാൻ പോകുന്നത്. ഇനി അതിനാവശ്യമായ ശർക്കര, നെയ്യ്, ഏലക്ക, ജീരകം, തേങ്ങയുടെ 1 മുറി തേങ്ങ, പിന്നെ പഴം, ഉപ്പ് കുഴച്ച് വെക്കണത്. അതിൻ്റെ ശേഷം മാത്രമേ ഇലയിൽ ചുരുട്ടി വെക്കുകയുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ ശർക്കര പാനിയാക്കാൻ പോകുകയാണ്. ഓണാക്കിയിട്ടില്ല. ഒരു 300 ഗ്രാം ശർക്കരയാണ് ഞങ്ങളിപ്പോൾ പാനിയാക്കാൻ പോകുന്നത്. 1 കപ്പ് വെള്ളത്തിലാണ് പാനിയാക്കുന്നത്. ഗ്യാസ് ഓണാക്കി ഇത് പാനിയാക്കി തണുത്തതിൻ്റെ ശേഷമേ പൊടിയിൽ ചേർക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഏലക്ക പൊടിക്കാൻ പോവുകയാണ്. ഏലക്ക കല്ലിൽ തന്നെ പൊടിക്കണം. മിക്സി പൊടിക്കാൻ മാത്രം ഇല്ലല്ലോ, 4 ഏലക്കായല്ലേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ജീരകം പൊടിക്കണം. ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. മതിയാവും. നമ്മുടെ ശർക്കരപ്പാനി റെഡിയായിരിക്കുകയാണ്. നമ്മളിനി ഇറക്കാൻ പോവുകയാണ്. ഇത് ഇറക്കിയിട്ട് തണുത്തിട്ട് ശേഷമേ ഇത് പാനിയിൽ ചേർക്കാൻ പറ്റുള്ളൂ. ഇതിനി അരിച്ചൊടിക്കണം. ഈ ശർക്കരപ്പാനി ഒന്നുകൂടെ അരിച്ചൊഴിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കല്ലും കരിക്കട്ടയൊക്കെ ഉള്ളതാണ്. 4 പാളയംകുടം പഴമാണ് നമ്മൾ പൊളിച്ച് വെച്ചത്. അത് അരിഞ്ഞ് നെയ്യുമായിട്ട് ഇതെല്ലാം കൂടെ ജോയിൻ്റ് ചെയ്തിട്ട് വേണം പൊടിയിടാത്തിട്ട് ഇടാൻ. എന്നിട്ട് വേണം വാഴയിലേക്ക് ഈ അട ചുരുട്ടി വെക്കാൻ. റിസ്ക് പിടിച്ച പണിയാണ്, ഗോതയില്ല. നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ് പഴത്തിൻ്റെ അകത്തോട്ട്. ഇനി ഏലക്കായും ജീരകവും അത് ചേർത്ത് 1/2 സ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ്റാക്കി എടുക്കട്ടെ. പുരട്ടുകയാണ്. എന്നിട്ട് മാവിൻ്റെ അകത്തോട്ട് ഇത് ചേർത്ത് പിടിച്ചതിൻ്റെ ശേഷം മാത്രമേ പിന്നെ ഇവിടെ ശർക്കര പാനി ഒഴിക്കുകയുള്ളൂ. നമ്മൾ ഈ 4 കപ്പ് മാവ് ഗോതമ്പ് മാവ് എടുത്തിരിക്കണം. ഇതിലോട്ട് ഈ ജോയിൻ്റ് ചെയ്ത സാധനങ്ങളെല്ലാം ചേർത്ത് പുരട്ടി വെക്കും. എന്നിട്ട് മാത്രമേ പാനി ഒഴിക്കുകയുള്ളൂ. എന്നാലേ ഒരു പതിമ കിട്ടുകയുള്ളൂ. ഇതൊക്കെ ചേർത്താലേ ഒരു പതിമ ഉണ്ടാവുള്ളൂ ഗോതമ്പ് മാവിന്. നെയ്യ് പോരാ, ഞാൻ അതേക്കുമ്പോഴും ഒഴിക്കണം. ഗോതമ്പ് മാവ് തിരുമ്മി വെച്ചിരിക്കണതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. 300 ഗ്രാം ശർക്കര പാനിയാക്കിയത് ഒഴിക്കുകയാണ്. ഇനി രണ്ടാമതൊന്ന് ഒഴിക്കാം. പത്ത് മിനിറ്റ് നേരം ഇതിങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് വേണം ഇത് ഇലയിലേക്ക് നമുക്ക് മടക്കി വെക്കാൻ. നമ്മുടെ അട
പരത്തുകയാണ് കേട്ടോ. ഇതേപോലെ അട പരത്തി വെക്കുകയാണ്. മൂന്ന് മൂലയും കിട്ടത്തക്ക രീതി ഇങ്ങനെ ഉണ്ട ഉരുട്ടി വെക്കണം. എന്നാലേ ഇത് റെഡിയായി കിട്ടുള്ളൂ. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതേ അട പെറുക്കി വെക്കുകയാണ്. വേവിക്കാനുള്ള കുറച്ച് ഒരു 6 അട മാത്രമേ ഞങ്ങൾ റെഡിയാക്കിയിട്ടുള്ളൂ. ബാക്കി മാവ് ഇവിടെ ഇരിപ്പുണ്ട്. അതെ, പിള്ളേർക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് കൂടുതൽ മാവ് ഇണക്കിയതാണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. കുറ്റിയടപ്പ ഗ്യാസിലല്ല, കുറ്റിയടപ്പയിലാണ് അട തയ്യാറാക്കുന്നത്. അട വേവിക്കാൻ വെച്ചിരിക്കുന്നത് കുറ്റിയടപ്പയിലാണ്. അട തുറന്ന് നോക്കട്ടെ, മൂടിയെടുത്ത് നോക്കട്ടെ. എന്നിട്ടേ നമുക്ക് മറിച്ച് വെക്കണം. മറിച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കണം. മറിച്ച് വെക്കാണ്. ഇച്ചിരി താമസം. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് അട മാറ്റാം, പാത്രത്തിൽ നിന്ന് മാറ്റാം. വെക്കട്ടെ. അട ഇറക്കാൻ പോവുകയാണ്. നമുക്കിനി പാത്രത്തിലോട്ടാക്കാം. മതി. നമ്മൾ ഇണക്കിയ അടയാണ്, ഗോതമ്പ് മാവ് കൊണ്ട് ഇണക്കിയ അടയാണ്. നമുക്കതൊന്ന് രുചി അറിയണ്ടേ. നമുക്കിച്ചിരി തിന്ന് നോക്കാം. സൂപ്പർ.